ഓ എന്റെ ദൈവമേ, എത്ര ദിവസമാണ് തുടങ്ങിയിട്ട്. ഇനി ഇതൊന്ന് മാറ്റിയില്ലേ? നിനക്കൊക്കെ ഞാൻ ശമ്പളം തരുന്ന വെറുതെ. ഇവരൊക്കെ കൂടി എന്നെ കുത്തോളം എടുപ്പിക്കും. ഓഹോ, ഈ തുരുമ്പൊക്കെ ഇനി ഇവിടുന്ന് തൂക്കി മാറ്റിയില്ലേ? ഇപ്പൊ തീരുമാനം മുതലാളി. നല്ല ഒന്നാന്തര ഇരുമ്പ് തന്നെയാ മുതലാളി. തുരുമ്പെന്ന് പറഞ്ഞ് വില കുറച്ചേക്കല്ലേ. എത്ര 99 എത്ര? 99 വരില്ലല്ലോ. അത്രയും വരും. എത്രയും വരും? കാലം തികച്ചു പറയടാ. തേക്കാൻ ബാക്കി നിങ്ങൾ തരുമോ? എത്ര? 99 കാലല്ലേ? 30, 60, 90, 50. 200. 200ന്റെ കൂടെ 50 കൂടെ കൂട്ടിക്കോ. 200, 50, 250. ഓ 200, 50, 250 തന്നെ. കണക്കൊന്നും എന്നെ പഠിപ്പിക്കില്ലേ. 200 ഉണ്ട്. പിടി വിട്. ആർക്കു വേണ്ടിയാ മുതലാളി ഇങ്ങനെ കാശുണ്ടാക്കുന്നത്? എന്തോ കാശുണ്ടാക്കുന്നത് എനിക്കും എന്റെ ഭാര്യയ്ക്കും സുഖമായിട്ട് ജീവിക്കാൻ തന്നെയാ. എന്ത് വിഷമുണ്ടോ? ജീവിച്ചോ. ഇയാൾ ഇന്ന് മുഴുവൻ ഇത് വെച്ച് കളിച്ചോണ്ടിരിക്കും. ഒന്ന് വേഗം ആവട്ടോ. ചാടി നില്ലടോ. ഇന്നെന്താ പതിവില്ലാത്തൊരു കൂൾ ഡ്രിങ്ക്സ് കൂടി? ഓ പതിവായിട്ട് കൂൾ ഡ്രിങ്ക്സ് കുടിച്ചോളണമെന്ന് നിയമമൊന്നുമില്ലല്ലോ. ഇനി മുതൽ ഞാൻ ലൈഫ് ഇത്തിരി എൻജോയ് ചെയ്യാൻ തീരുമാനിച്ചു. നമ്മുടെ കൊച്ചുരാമൻ എന്ത് ചെയ്യും? അവനെ ഞാൻ ലേലത്തിന് പറഞ്ഞോണ്ടിരിക്കുക. ആഹാ, കൊച്ചുരാമൻ ഇപ്പൊ ലേലത്തിനൊക്കെ പോറായോ? എന്ത് കൊച്ചുരാമന് ലേലത്തിന് പൊക്കൂടെ? കൊച്ചുരാമനെ കുറിച്ച് നിങ്ങൾ എന്താ കരുതിയിരിക്കുന്നത്? ലേലം വിളിയിൽ അവനെ പോലൊരു എക്സ്പെർട്ട്. ലേലം വിളി ജയിക്കാനായി ജനിച്ചവനാ അവൻ. വാശി അവന്റെ ഒരു വീക്ക്നെസ്, പ്രത്യേകിച്ചും എന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള വാശി. 25,000. 25,000 ഒരു തരം. 25,000 ഒരു തരം. 25,500. 25,500 ഒരു തരം. 25,500 ഒരു തരം. 26,000. 26,000 ഒരു തരം. 26,000 ഒരു തരം. 27,000 ഒരു തരം. 27,000 ഒരു തരം. 28,000. 28,000 ഒരു തരം. 28,500. 28,500 ഒരു തരം. 28,500 ഒരു തരം. 28,500 രണ്ട് തരം. 28,500 രണ്ട് തരം. 29,000. 29,000 ഒരു തരം. 29,000 ഒരു തരം. 30,000 ഒരു തരം. 30,000 ഒരു തരം. 30,000 ഒരു തരം. 30,000 35,000 ഒരു തരം. 35,000 ഒരു തരം. 35,000 ഒരു തരം. 35,000 രണ്ട് തരം. 35,000 രണ്ട് തരം. 35,000 രണ്ട് തരം. ഉറപ്പിക്കാൻ പോകുകയാണ്. 35,000 മൂന്ന് തരം. വാശി എന്റെ ഒരു വീക്ക്നെസ് ആണ്. അയ്യോ, ലേലം സക്സസ്. എന്തായി? കിട്ടി മുതലാളി, പറഞ്ഞതുപോലെ തന്നെ കിട്ടി. നടന്നത് മുഴുവൻ വിശദമായിട്ട് പറ. നടന്നത് മുഴുവൻ വിശദീകരിച്ച് തന്നെ പറയാം. പറയാം. ആദ്യം നമ്മുടെ ലെവനില്ലേ, കോട്ടപ്പടി കുട്ടപ്പൻ, അവൻ 14,000 രൂപ വിളിച്ചു. എന്നിട്ട് ഞാൻ വിട്ടില്ല. ഞാൻ തീപ്പെട്ടി എടുത്തൊരു ബീഡി കത്തിച്ചു. കണ്ണമാലി കരീം 13,333 വിളിച്ചു. അപ്പൊ ഞാൻ ബീഡി കളഞ്ഞു സിഗരറ്റ് കത്തിച്ചു. അപ്പോഴും വായിൽ മുറുക്കാനുണ്ടായിരുന്നു. യു ഡോണ്ട് വറി. പൊന്നാരിമംഗലം പൗലോസ് 14,444 വിളിച്ചു. ഞാൻ വിട്ടുവാ. അപ്പോ ഞാൻ സിഗരറ്റ് ആഞ്ഞു വലിച്ചു പുക പോലും പുറത്തേക്ക് കളയാതെ ആഞ്ഞു വിളിച്ചു 15,000. നിനക്ക് ഞാൻ സമ്മാനം തരുന്നു. സമ്മാനം തരാൻ വരട്ടെ. ഒന്ന് വേഗം പറയടാ. പറയാം. വാശി എന്റെ ഒരു വീക്ക്നെസ് ആണെന്ന് മുതലാളിക്ക് അറിയാലോ. കോട്ടപ്പടി കുട്ടപ്പൻ 18,550 വിളിച്ചപ്പോ ഞാൻ 20,000 വിളിച്ചു. 1000 പോയി. 1000 പോയാൽ എന്ത് വേണ്ട മുതലാളി? ഒടുവിൽ ഞാൻ 35,000 ഉറപ്പിച്ചു. 30,000 വിളിക്കാൻ നിന്റെ അപ്പം കാശിന്റെ കൊണ്ടുവന്നിരിക്കുന്ന ഭയങ്കര ചതിയായി പോയല്ലോ മുതലാളി. ഞാനല്ല ചതിച്ചത്, എന്റെ കൂടെ വിളിച്ചവരാ. അവര് കൂട്ടിക്കൂട്ടി വിളിച്ചപ്പോ മുതലാളിയുടെ ചീത്തപ്പേര് കളയാതിരിക്കാൻ ഞാൻ കയറ്റി വിളിച്ചു. മുതലാളി വിഷമിക്കണ്ട. അടുത്ത ലേലത്തില് എന്റെ വീക്ക്നെസിന്റെ ഡോസ് അല്പം കുറച്ചോളാം മുതലാളി. എന്റെ വായിരിക്കുന്ന കകതം. അപ്പൊ നാളെ കണ്ണമാലി ലേലത്തിന് പോണ്ടേ? കണ്ണമാലിയല്ല, കണ്ണമാലി അല്ലേ? ഓ, എത്തിയോ? ഒരാഴ്ചയായി പുറപ്പെട്ടിട്ട്. ഇത് കാണാൻ മുതലാളി. ഒന്നിങ്ങോട്ട് ഹെൽപ്പ് ചെയ്യടാ. ഇതിന് സ്റ്റാൻഡ് ഇല്ലേ? ലേലത്തിലുള്ള വാശി കാണുന്നില്ല. ഒന്നും പറ്റിയിട്ടില്ല മുതലാളി. ലേലം കിട്ടിയ ക്ഷീണത്തിലാ. ദേഹത്ത് നല്ല ചൂടുണ്ടല്ലോ. ഏയ്, ഓ ദേഹത്ത് ചൂടോ? പൊട്ട് കിട്ടിയ തലക്കിട്ടാണല്ലോ. ചൂട് വരണ്ട തലക്കല്ലേ? തമാശ കേട്ടിട്ട് എനിക്ക് ചിരി വരുന്നില്ല. നിന്നെ ഇപ്പൊ കൊല്ലാനാ തോന്നുന്നത്. ഇപ്പോഴും മുതലാളി നല്ല ചൂടില്ല. തണുത്ത വെള്ളത്തിൽ നന്നായി കുളിച്ചാ മതി. പട്ടിയെ പിന്നെ കുളിപ്പിക്കാം. ആദ്യം മുതലാളി കുളിക്കും. പിന്നെ ചേച്ചി, വെള്ളത്തിന് തണുപ്പ് കുറവാണെങ്കിൽ 2 ബ്ലാക്ക് ഐസ് കൂടി ഇട്ടേരും. അപ്പൊ മുതലാളി എല്ലാം പറഞ്ഞ പോലെ നാളെ കാണാം. കാണണമെന്നില്ല. എന്നാ മറ്റന്നാ വരട്ടെ ചേച്ചി. കുളിക്കാൻ ഐസിട്ട വെള്ളം എടുത്ത് വെക്കട്ടെ? ഐസിട്ട വെള്ളം നിന്റെ അച്ഛനെ കൊണ്ട് കുളിപ്പിക്കടി. ചൂട് കൊടുത്തു വേണ്ടി ഐസ്. എന്താ അറിയോ, അവൾ ഇത്രയും പേരെ ക്ഷണിച്ച സ്ഥിതിക്ക് ഞാനും കുറച്ചുപേരെ ക്ഷണിച്ചില്ലെങ്കിൽ മോശമല്ലേ? ഒരു ചെറിയ പാർട്ടി ഓർത്ത് കളയാം. ക്ഷണിക്കുന്നൊക്കെ കൊള്ളാം. മുതലാളിയെ പോലെ കുപ്പിയും മാട്ടയും പറഞ്ഞൊന്നും ക്ഷണിക്കായിരുന്നാ മതി. പിന്നെ നിന്നെയും ക്ഷണിക്കാൻ പറ്റില്ലല്ലോ. തലമറന്ന് എണ്ണ തേക്കല്ലേ. ഈ വണ്ടിക്ക് സ്പീഡില്ല. വേഗം വിട്.
ഒന്നിറങ്ങിയേ. എന്തേ? ഒരു കാര്യമുണ്ട്. വണ്ടി ഞാൻ ഓടിക്കണോ? വേണ്ട, ഞാൻ തന്നെ ഓടിച്ചോളാം. ഞാൻ സ്പീഡുള്ള വണ്ടി എടുക്കുമ്പോൾ നിന്നെ ക്ഷണിക്കാം യാത്ര ചെയ്യാൻ. അതാ നല്ലത്. ഓരോരുത്തർക്ക് ഓരോ വണ്ടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ടാക്സി പിടിച്ചു വന്നാലോ? ടാക്സി. എനിക്ക് വീട്ടിൽ തന്നെ ഈ വീട്ടിൽ ഇപ്പൊ തണ്ടണ്ട. ഇവിടെ തണ്ട വേറെ തണ്ടികളുണ്ട്. എന്നാ ഇവിടെ നിന്ന് തണ്ടാം. എവിടെ നിന്ന് ഉള്ളതാ എന്തോന്ന്? 1-ാം തീയതി ആയിട്ട് തെണ്ടിത്തരം കാണിക്കാതെ കാശെടു സാറേ. കാശ് നീ കൊണ്ട് തന്നിട്ടുണ്ടോ? എന്നാ കത്തുപോയി കൊണ്ടുപോ. ഓടോ. 10 രൂപ എവിടെ കിടന്ന തെണ്ടിയാണ് ഇവനൊക്കെ. തെണ്ടികളുടെ വില കളയാന്ന് പറഞ്ഞ തെണ്ടി. ഇന്ന് 1-ാം തീയതി ആയിട്ടെങ്കിൽ തെണ്ടിലൊന്ന് നിർത്തി കൂടെ തെണ്ടി. ഇന്നത്തെ ദിവസം തെണ്ടില്ലെങ്കിൽ ഈ കൊല്ലം മുഴുവൻ ഞാൻ തെണ്ടി പോകും. തെണ്ടി ഗേറ്റിന് പുറത്ത് നിന്നാ മതി. 1-ാം തീയതി നീ അകത്ത് കയറണ്ട. അപ്പൊ ചേച്ചിയുടെ കയ്യിൽ നിന്ന് കഴിഞ്ഞിട്ട് വാങ്ങണ്ടേ? കൈ നീട്ടൊക്കെ ഞാൻ മാറ്റി വെളിക്കൊണ്ട് തരാം. നീ ഇവിടെ തന്നെ നിന്നാ മതി. ഒക്കളല്ലേ? ഞാൻ സ്കൂട്ടർ എടുത്തോണ്ട് വരാം. ഒന്നിച്ച് പോവാൻ നമുക്ക്. ഓ, ഈ കയ്യിൽ നിന്ന് കൈനീട്ടം വാങ്ങിയ ഈ കൊല്ലം കാക്കാച്ചിന് ഗതി ഉണ്ടാവില്ല. ഈ തുരുമ്പ് ഇങ്ങനെ ഓടിച്ചു നടക്കുന്ന മുതലാളി ഞാൻ സമ്മതിക്കണം. ഒരിക്കൽ ഞാനും തൂക്കി വിൽക്കും. എന്റെ കൂടെ ഉള്ള ഈ ഓസിനുള്ള യാത്ര ഉണ്ടല്ലോ, അതൊരു സ്ഥിരം ശീലമാക്കണ്ട. സ്റ്റാറ്റസിന് യോജിച്ചില്ലെന്ന് എനിക്കറിയാം. പക്ഷെ എന്ത് ചെയ്യാം, മുതലാളി എന്നെ കൊണ്ട് വണ്ടി എടുപ്പിച്ചേ അടങ്ങും. എവിടെ കയറി പോന്നു? അകത്തേക്ക്. നീ നഗത്തേക്ക് കയറണ്ട. അല്ലെ ഈ 1-ാം തീയതി വെച്ചാൽ നീ എന്താ കരുതി? 1-ാം തീയതി? ദൈവമേ, 1-ാം തീയതി അല്ലേ? 1-ാം തീയതി ഒക്കെ തന്നെ. ഈ 1-ാം തീയതി കയറൽ എന്ന് പറയുന്ന ഏർപ്പാട് വീടുകൾക്ക് മാത്രമുള്ളതല്ല, കച്ചവട സ്ഥാപനങ്ങൾക്കും അത് ബാധകമാണ്. 1-ാം തീയതി ആദ്യം കയറുന്നത് ഐശ്വര്യമുള്ള ആളാണെങ്കിൽ ആ വർഷം മുഴുവൻ അതിന്റെ ഗുണം. ഞാൻ കയറാൻ പോയത് അതുകൊണ്ടാ നീ കയറണ്ടെന്ന് പറഞ്ഞത്. പോയി ഐശ്വര്യമുള്ള ഒരാളെ വിളിച്ചോണ്ട് പോവാ. ഐശ്വര്യമുള്ള ഒരാളല്ലേ? ഞാൻ ഏറ്റവും മുതലാളി. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. നേരെ കയറി ചെന്ന് മുതലാളിയോട് കമ്പി ഉണ്ടോ എന്ന് ചോദിക്കണം. ഉണ്ടെന്ന് മുതലാളി പറഞ്ഞാൽ ഒരു ഇരുമ്പ് കമ്പി തരൂ എന്ന് പറയണം. ആരാ? കമ്പിയുണ്ടോ? പിന്നെ ഉണ്ടല്ലോ. ഒരു ഇരുമ്പ് കമ്പി തരുവോ? ഏതായിട്ടോ? ഓ, ഏതായാലും കുഴപ്പമില്ല. എന്താവശ്യത്തിനാ? കൊച്ചു കള്ള വിളിച്ചു വരുത്തിയിട്ട് എന്താവശ്യമൊന്നോ? വിളിച്ചു വരുത്തിയോ? ആര്? അധികം പരിചയമില്ലല്ലേ? അതിന് നമ്മൾ ഇതിനു മുമ്പ് പരിചയപ്പെട്ടിട്ടില്ലല്ലോ. 1-ാം തീയതിയായിട്ട് കുഴപ്പിക്കല്ലേ? എനിക്ക് എന്റെ കാശ് തരണം, അല്ലാതെ ഈ വാസന പോവില്ല. കാശ? എന്താ നിങ്ങൾ ഉദ്ദേശം? എണീക്കണം, പുറത്തു പോകണം. പോകാനോ? എങ്ങോട്ട്? എന്റെ കാശ് കൊണ്ടുതാ. പിന്നെ ആരാ? എന്താ മുതലാളി? എനിക്കറിയില്ല. രാവിലെ ഓരോന്ന് കയറി ഒരു മെനക്കെടുത്ത്. അല്ലേ, വിളിച്ചു വരുത്തിയിട്ട് കാശ് തരില്ലെന്ന് പറഞ്ഞത് എവിടുത്തെ ന്യായവാ? നിങ്ങൾ പറ. നിങ്ങൾ ആര് വിളിച്ചു വരുത്തിയെന്നാ? ഇവർക്ക് ആള് മാറി പോയിട്ടുണ്ടാവും. ഓ, അതാണോ കാര്യം? മുതലാളിക്ക് ഇങ്ങനെ ചില ഏർപ്പാടുകളൊക്കെ ഉണ്ടല്ലേ? എന്ത് ഏർപ്പാട്? ഇവിടെ ഒരു ഏർപ്പാടും ഇല്ല. നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയ സാരമില്ല, കാശ് കൊടുത്തങ്ങ് ഒതുക്കേക്ക് മുതലാളി. ഇങ്ങോട്ട് 2 രൂപയോ? താ വെച്ചോ, ദരിദ്രവാസി. വീട്ടിൽ നല്ലൊരു ഭാര്യയുള്ളപ്പോ എന്തിനാ മുതലാളി? ഇയാളെന്താ തുരുമ്പ് കൊണ്ട് തുലാഭാരം നടത്തുന്ന? ഇങ്ങോട്ട് ഇറങ്ങിട്ടാ 100 കിലോ കട്ടി പിടിച്ച് വെക്കണോ? 100 കിലോന്റെ കട്ടി കാണില്ല മുതലാളി. ഓഹോ, കട്ടിന്ന് കട്ടി വിറ്റ? 100 കിലോന്റെ കട്ടി എനിക്ക് പൊക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അത് മുതലാളിക്ക് വിറ്റ് ഞാനൊരു മുതലാളി ആയേനെ. നീ തരം കിട്ടിയ മുതലാളിയെ തന്നെ അടിച്ചു മാറ്റി വിറ്റ് മുതലാളിയാവും. സാരമില്ല മുതലാളി, 100 കിലോന്റെ കട്ടിക്ക് വരല്ല ഞാൻ കയറിയിരിക്കണത്. ഓ, 100 ഗ്രാം അല്ല 100 കിലോയാ വേണ്ടത്. എന്നാ മുതലാളി കൂടി കയറിയിരി. അങ്ങനെ ഇപ്പൊ മുതലാളിയെ കൂടെ തൂക്കിലേറ്റണ്ട. ഇങ്ങോട്ട് എടുത്ത് വെക്കണോ? എടുത്ത് വെക്കണോ? 100 ഗ്രാമും ഇല്ലേ നീ? എവിടെ തുടങ്ങണം എന്നെനിക്കറിയില്ല. പാമ്പ്. ഹലോ, എന്താ ഇത്? കുറെ നേരമല്ല തുടങ്ങിയിട്ട്. എന്തോന്ന്? അല്ല, ഈ കുറെ നേരമായി ഈ കഥകളി തുടങ്ങിയിട്ടേ. എന്താ തന്റെ ഉദ്ദേശം? എനിക്ക് പല ഉദ്ദേശങ്ങൾ കാണും, അത് ചോദിക്കാൻ നീ ആരടാ? ഞാനിവിടുത്തെ പോലീസ് കമ്മീഷണർ വെച്ചോ. അയ്യോ, ഞാൻ അറിഞ്ഞില്ല സാർ. അയ്യോ, ഞാൻ ക്ഷമിക്കണോന്ന് പറയായിരുന്നു സാറിനെ. ഞാൻ ആദ്യമായിട്ട് കാണാണല്ലോ. ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. ഒരു അധോലോക സംഘത്തെ ഒതുക്കാൻ ബോംബ് വരെ പോയതായിരുന്നു.
അപ്പോഴാണ് ഞാൻ അറിഞ്ഞ ഇവിടെ കള്ളുടിയന്മാരുടെ ശല്യം കൂടുതലാണെന്ന്. അതെ, കള്ളുകൂടിയന്മാരുടെ ശല്യം വളരെ കൂടുതലാണ്. പക്ഷെ ഞാനകലെ കള്ളുകൂടിയലായത് സാറ് അറിയണം. ആയതല്ല, ആക്കിയതാണ്. ആക്കിയവരോട് ആക്കരുതേ ആക്കരുതേ എന്ന് പറയായിരുന്നില്ലേ? പറയാൻ കഴിഞ്ഞില്ല. 10 പേരടങ്ങുന്ന ഒരു കുടുംബം മുഴുവൻ ജീവിച്ചു പോകുന്നത് ഒരു പെട്ടിക്കടയിലൂടെ ആയിരുന്നു. ഒരു പെട്ടിക്കടയിൽ ഒരേ സമയം 10 പേരെങ്ങനെ ഉറങ്ങിയെന്നാണ് എനിക്ക് അറിയേണ്ടത്. അവർക്കിപ്പോ ഉറക്കമില്ല. അതിന് കാരണക്കാരൻ കമ്മീഷണറായ നീയാണ്. നീ എന്നെ പെട്ടിക്കട പെട്ടിക്കടകൾ പൊക്കിക്കളിക്കലും നിന്റെ ഒരു തമാശയാണല്ലോ. ഒന്ന് മാറിക്കേ. എവിടെ പോനാ? പാലാരിയോട്ടോ, കലൂരോ, വൈറ്റില്ലേ? പിന്നെ ഏത് കോത്താഴത്തോ? കോത്താഴത്തോ, നോർത്തോ സൗത്തോ? ഒരു 50 പൈസ. അവിടെ ടിക്കറ്റ്സ്. മേത്തൊന്നും വീണില്ലല്ലോ. അയ്യോ ഞാനല്ല, ഇയാളാ. എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണമെന്ന് അറിയില്ല. എവിടെ നോക്കിട്ടാണോ തുപ്പത്? നീ കമ്മീഷണറാ? വണ്ടി നിന്റെ ബോഡി ടച്ചിങ് കുറച്ച് കൊടുക്കും. നിന്റെ തനി സ്വഭാവം നിനക്കറിഞ്ഞൂടാ. നിന്റെ സ്റ്റുഡിയോയും കോപ്പും ഒക്കെ കൂടെ ഞാൻ വാരിട്ട് കത്തിക്കും പുല്ലേ. എന്താ പൂക്കുട്ട? എന്താന്ന് സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചു നോക്കടാ. കടപ്രഥമനും പാൽപായസവും സദ്യയൊക്കെ വെച്ച് തന്ന് സ്വന്തം സഹോദരനെ പോലെ നിന്നെ സൽക്കരിച്ച എന്റെ പാവന്റെ അതാണോ കാര്യം? അപ്പുക്കുട്ട, മട്ടും പാവവും ഒക്കെ കണ്ടപ്പോ ഞാനും അങ്ങനെ ആദ്യം വിചാരിച്ചു തന്റെ ഭാര്യ ഒരു പാവമായിരിക്കുന്നു. പക്ഷേ കാണാൻ കൊള്ളാവുന്നവരുടെ കൂടെ കാറി കയറി പോകുന്ന തന്റെ ഭാര്യ പാവമാണെന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കത്തില്ല. ഇയാൾ വിശ്വസിക്കുവോ? എന്താ പേര്? കൊച്ചിരാമൻ. കൊച്ചിരാമട്ടം വിശ്വസിക്കുവോ? ഇല്ല. ഒരു ദിവസം ഡോക്ടറോടെ പോകുന്നു, വേറെ ദിവസം വേറെ ആളുടെ കൂടെ പോകുന്നു. പിന്നെ ഇതിനെയൊക്കെ മറുപടിക്കാൻ ഡയബറ്റീസ് എന്ന് പറഞ്ഞ രോഗമൊക്കെ സ്വന്തം ഭാര്യയുടെ നെറ്റിൽ നല്ലവളാണെന്നുള്ള ലേബർ എഴുതി ഒട്ടിച്ചോണ്ട് മാത്രം അവൾ നല്ലവളാവില്ലടോ. അവൾ എവിടെ പോകുന്നു, ആരോടെ പോകുന്നു, എന്തിന് പോകുന്നു, അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. അതാണ് ഭർത്താവ്. ഞാൻ എന്റെ 2 കണ്ണോട് കണ്ടതാ. തനിക്ക് കാണണോ തന്റെ ഭാര്യയുടെ തനിനിറം? ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് പറയണോ തന്റെ ഭാര്യ നല്ലവളാണോ ചീത്തയാണോന്ന്? താൻ പറയണ സ്ഥലത്ത് തന്റെ ഭാര്യ ഞാൻ കൊണ്ടുവരാം. ഞാൻ കൊണ്ടുവരൂടോ. എന്റെ കണക്കൂട്ടലുകളൊക്കെ തെറ്റിയോടാ. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. അറിവ് പറഞ്ഞു തരാനുള്ള ബുദ്ധിയോ വിവരമോ എനിക്കില്ല. എന്നാലും പറയുകയാണ്, മുതലാളി ഇതേക്കുറിച്ചൊന്നും ഭാര്യയോട് ചോദിക്കരുത്. സ്വന്തം ഭാര്യയെ ഭർത്താവ് സംശയിക്കുന്നു എന്ന് തോന്നിയാലുള്ള അവസ്ഥ ഏത് സ്ത്രീക്കാ സഹിക്കാനാവുക? സോറി, ഞങ്ങൾ 1-ാം തീയതി കയറാൻ വന്നതൊന്നുമല്ല, ഒരു സന്തോഷ വാർത്ത പറയാൻ വന്നതാണ്. ഞങ്ങൾ സ്റ്റേറ്റ്സിലേക്ക് പോകുന്നു. സ്റ്റേറ്റ്സിലേക്കോ? യാ, തമിഴ്നാട് സ്റ്റേറ്റ്സിലേക്ക്. ഐ മീൻ പൊള്ളാച്ചി. ഹായ് മുതലാളി. സോറി മുതലാളി, ഞാൻ ഇവിടെ നിന്നിട്ട് ഇനി ഒരു കാര്യമില്ല. അതുകൊണ്ട് ഈ മുതലാളിയുടെ കൂടെ ഞാൻ തമിഴ്നാട് സ്റ്റേറ്റിലേക്ക് പോവാണ്. വന്നിട്ട് പാക്കല്ലാം. വരട്ടെ മുതലാളി. ഡോക്ടർ വരട്ടെ. അയ്യോ, ഇവിടെ ഒരു വരട്ടെ.
പോ കസേട്ടാ. ചേരേണ്ടത് ചേരേണ്ടിടത്തേ ചേരൂ.